ബാങ്കിൽ പണയം വെച്ച സ്വർണം ഉടമ അറിയാതെ കൂടിയ തുകയ്ക്ക് പണയം വെച്ച് ലക്ഷങ്ങളുടെ തട്ടിപ്പ്. മലപ്പുറം താനൂരിലെ കാത്തലിക് സിറിയൻ ബാങ്ക് മാനേജറായിരുന്ന അർജുന്റെ ആസൂത്രണത്തിലാണ് തട്ടിപ്പ് നടന്നത്. താനൂർ സ്വദേശി മുഹമ്മദ് യാസിൻ നൽകിയ പരാതിയിലാണ് കൊള്ളയെക്കുറിച്ചുള്ള വിവരം പുറം ലോകം അറിഞ്ഞത്. കേസിൽ മുൻ മാനേജർ അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിലെ രണ്ടാം പ്രതി ഷുഹൈബ് ഒളിവിലാണ്. സമാന രീതിയിൽ കൂടുതൽ പേരുടെ സ്വർണം വെച്ച് ഇവർ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നും സംശയിക്കുന്നുണ്ട്. നേരത്തെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാനേജർ സ്ഥാനത്ത് നിന്ന് അർജുനെ നീക്കിയിരുന്നു. മെയ്യിൽ സഹോദരിയുടെ വിവാഹ ആവശ്യത്തിനായിട്ടാണ് താനൂർ സ്വദേശി മുഹമ്മദ് യാസിൻ കാത്തലിക് സിറിയൻ ബാങ്കിൽ 100 പവനോളം സ്വർണം പണയം വച്ച് വായ്പയെടുത്തത്. ആദ്യം 14 ലക്ഷം രൂപയും പിന്നീട് വിവിധ ഘട്ടങ്ങളിലായി ആകെ 17 ലക്ഷം രൂപയും വായ്പയെടുത്തു. 2 വർഷത്തിനു ശേഷം തുക തിരികെ അടയ്ക്കാനെത്തിയപ്പോഴാണ് കുറച്ചു സ്വർണം നഷ്ടപ്പെട്ടതായി അറിയുന്നത്. എന്നാൽ സ്വർണം കാണാനില്ലെന്നും ഉടൻ തന്നെ അന്വേഷിച്ച് കണ്ടെത്തുമെന്നും മാനേജർ അർജുൻ അറിയിച്ചു. 2024 ജൂലൈയിൽ യാസിൻ അറിയാതെ ഷുഹൈബ് എന്നയാളുടെ പേരിൽ ഇതേ സ്വർണം കൂടിയ തുകയ്ക്ക് പണയം വെച്ച് വായ്പ എടുത്തതായി കണ്ടെത്തി. ബാങ്ക് മാനേജറുടെയും ജീവനക്കാരുടെയും അറിവോടെയാണ് ഈ തട്ടിപ്പ് നടന്നത് എന്നാണ് വിവരം. യാസിന്റെ പരാതിയിൽ കേസെടുത്ത പോലീസ് ബാങ്ക് മാനേജർ അർജുൻ, ഇയാളുടെ സുഹൃത്ത് ഷുഹൈബ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഞാനത് 2025 വീട്ടിൽ എടുക്കാൻ വേണ്ടി പോയപ്പോൾ അങ്ങനെ ഒരു ഗോൾഡിന്റെ പേരില്ല എന്നുള്ള ഒരു ഇത് അവിടുത്തെ മാനേജർ പറഞ്ഞു. അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് അതിൻ്റെ സത്യാവസ്ഥ ഞാൻ അറിയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് താനൂരുള്ള ഷുഹൈബ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ വൈഫിൻ്റെ പേരിലും ആളുടെ മോളുടെ പേരിലുമാണ് ഈ ഗോൾഡ് മാറി കിടക്കുന്നുണ്ടായിരുന്നത്. ഞാൻ ആകെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു 31 ലക്ഷം രൂപേൻ്റെ അടുത്തായിരുന്നു. അത് തിരിച്ചെടുക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് 61 സംതിങ്ങിൻ്റെ അടുത്ത് ആയിട്ട് കിടക്കുന്നത് കണ്ട്. അറിയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേരിലുണ്ടായിരുന്ന ഗോൾഡ് എങ്ങനെ ഈ ഹസീനാൻ്റെ മൈനാസിൻ്റെ ഒക്കെ പേരിൽ മാറി പോയി എന്നുള്ള കാര്യമാണ് എനിക്ക് അറിയേണ്ടത്. താനൂർ സ്വദേശി ഷുഹൈബിന്റെയും ഭാര്യയുടെയും പേരിലാണ് സ്വർണം പണയം വെച്ചത് എന്നാണ് പരാതി. അർജുന്റെ അറിവോടെയാണ് തട്ടിപ്പ് നടന്നതെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടെയാണ് ഇയാളെ കൂടി കേസിൽ പ്രതി ചേർത്തത്. കേസിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീങ്ങുകയാണ്. അതിനിടെ കേസ് ഒതുക്കി തീർക്കാൻ പോലീസ് ശ്രമിച്ചതായും ആക്ഷേപമുണ്ട്. ന്യൂസ് മലയാളം, മലപ്പുറം.